വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളിപ്പോ ബാംഗ്ലൂരാണുള്ളത് അല്ലേ? എളാപ്പാന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടുന്ന് റെഡിയായി എങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ടാന്ന് കാണിച്ചു തരാം. നാട്ടിൽ ഈ ചെരുപ്പിട്ട് വന്ന് ഇവിടുന്ന് പുതിയ ഷൂ വാങ്ങാൻ വേണ്ടി പുതിയ ഷൂ വാങ്ങേണ്ട അടവാണ് ഗൈസ്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ മോള് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നോള് ക്ലിനിക്ക് ലീവാക്കിയതാണ്. അപ്പോൾ അതാ മോളെ ചിരി എന്താ വെച്ചാൽ മോള് പറയുന്ന വഴി ചെറുതായിട്ടൊന്ന് പേച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഇപ്പം നമ്മൾ കാണുന്നത് സെക്രട്ടറിയേറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ പുറത്തുനിന്ന് തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. മോളെ നമ്മളെവിടെയാണ് വന്നത്? ഇവിടുന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ പാർക്കിൽ കയറാൻ പോവാണ്. ഉമ്മച്ചിയും 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഉമ്മച്ചിയും വാസിമൊക്കെ നേരത്തെ ഉള്ളിൽ കയറി. നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. വലിയ പാർക്കാണ്, കുറേ ഉണ്ട്. അപ്പം നടക്കാനാവില്ല. നടന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട് സൈക്കിൾ റെൻറ്റിന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് മോള് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. നടന്നിട്ട് എത്തുന്നില്ല. ആധാർ കാർഡ് വേണോ സൈക്കിൾ റെൻറ്റിന് എടുക്കാൻ? 2 ആധാർ കാർഡുണ്ട്, 2 സൈക്കിൾ കിട്ടുമെന്ന് പോയി നോക്കാം. ബർത്ത്ഡേ ആണ്. കാണിക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കാനില്ല. ആർച്ചി കൈക്ക് കൊണ്ട് പിടിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ അത് നമ്മൾ ബബിൾസ് കണ്ടത് പറയാനും അമ്മാനും കൂടി ബബിൾസ് വാങ്ങി. ബബിൾസ് ഇപ്പോൾ ഇവിടെ കണ്ടാലും വെക്കുവാണ് കേട്ടോ. ഇവരെല്ലാം പെട്ടെന്ന് തന്നെ ഒരു കേട് വരുത്തുകയും ചെയ്യും. എന്തായാലും നമ്മൾ ബബിൾസ് വാങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, സൈക്കിളിന് തെരഞ്ഞ് പാർക്ക് മൊത്തം നമ്മൾ ചുറ്റി. ഇനിയിപ്പോൾ ഒത്തിരി ദാഹിച്ചിരിത്തിരി ഇളനീര് കുടിക്കാൻ പോകും. ഇവിടെ ഇളനീരുണ്ട്. മോളെയും സിത്തോനെ ഞങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വേറെ റൂട്ടിന് പോവുകയാണ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? പോവുകയാണ്. തീർന്നു വെള്ളം. അങ്ങനെ നമ്മൾ ഫൈനലി ബാംഗ്ലൂർ പാലസിൽ എത്തിയിട്ടുണ്ട് ഗായ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പാലസിന് കണ്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഗായ് നമ്മൾ ബാംഗ്ലൂർ പാലസിൽ നിന്ന് ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് എവിടെ പോയി കഴിക്കേണ്ടതെന്ന് ഇതുവരെ തീരുമാനമായില്ല. എന്തായാലും കേണിതയാണ് ഗായ്. വിളി വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ നെഹദി മന്തിയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഭയങ്കര തിരക്കിട്ട് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. ശരിക്കും ഇതിപ്പോഴും കിട്ടേണ്ടതല്ല. ഞങ്ങൾ കുറേ ആളുള്ളതിനെ കൊണ്ട് കുറേ ആളെ സീറ്റ് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു 3 ടൈപ്പ് മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വന്നിട്ടുണ്ട്. അൽഫാമും നോർമലും ചില്ലിയും ഒക്കെയാണ്. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ്. മുത്തിനൊരു ഷൂ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ റയാൻ എന്താണെന്നറിയില്ല, അവൻ പൊതുവേ അരപ്പുറം പോലെ അപ്പോൾ അർഷിൻ്റെ ആളായിട്ട് മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ അത് അർഷിൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്. പിന്നെ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ പോയത് ബേഗ സിറ്റി മാളിലേക്കാണ്. നല്ല ഫുള്ള് തിരക്കാണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല ഓഫറുകളും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. H&Mലൊക്കെ കയറി കുറേ എന്തൊക്കെ നോക്കി. പിന്നെ ഫുഡ് കോർട്ടിൽ വന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ ഇതാ സിത്തുവിന് അർഷി ഒരു H&M എന്നൊരു ബാഗ് വാങ്ങി ഗിഫ്റ്റ് ചെയ്യുകയാണ് ബർത്ത്ഡേ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ തിരിഞ്ഞ് കളിച്ച് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി. പിന്നെ രാത്രി ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ ജയിച്ച ആഘോഷമാണ് ഇവിടെ കാണുന്നത്. ഫുള്ള് തിരക്കും ഭയങ്കര ആഘോഷമാണ് കേട്ടോ. പിന്നെ പോലീസ് വന്ന് എല്ലാവരെയും പിരിച്ചു വിട്ടതാണ്.
ഭയങ്കര പടകം പൊട്ടിക്കലും ഭയങ്കരമായിരുന്നു. അങ്ങനെ ഇതൊരു ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, കാരണം കുറേ ഫുഡ് കഴിച്ചതിനെ കൊണ്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെയും നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ്. ആകെ ഒരു ദിവസം എന്നിട്ടുള്ളൂ. നാളെ ജസ്മൽക്കാർക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോയി. ഇനി നാളെ രാവിലെ എണീച്ച് നമ്മൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ. ബൈ ബൈ.